ഈ മാസത്തെ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തി ഈ മാസത്തിൽ നമുക്ക് ഒരുപാട് നന്മകൾ ചെയ്യാൻ കഴിയണം. ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തു കൂട്ടിയിട്ട് അല്ലാഹുവിന്റെ തൃപ്തിയും പൊരുത്തവും കരസ്ഥമാക്കുന്നതിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഒരു മാസത്തെ നമുക്ക് തന്നിട്ട് നമ്മളത് പരിഗണിക്കാതിരിക്കുകയാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു ഷഹറുൻ റജബ് മാസം എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ മാസമാണ്. വഹുവ ശഹറുല്ലാഹി മൻ അല്ലമ ശഹറ റജബൻ ഫഖദ് അല്ലമ അല്ലാഹ്. ഏതെങ്കിലും ഒരു മനുഷ്യന് പരിശുദ്ധമായ റജബ് മാസത്തെ അല്ലാഹുവിന്റെ മാസമായ റജബ് മാസത്തെ ആദരിക്കുകയാണെങ്കിൽ ഇപ്പൊ കഴിഞ്ഞ റജബിന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് റജബ് വിട പറഞ്ഞു പോയി. ഈ കഴിഞ്ഞു പോയ മാസം അല്ലാഹുവിന്റെ മാസമാണ്. ഈ മാസത്തെ ഏതെങ്കിലും ഒരു മനുഷ്യൻ ആദരിക്കുകയാണെങ്കിൽ ബഹുമാനിക്കുകയാണെങ്കിൽ ആ മാസത്തിന്റെ മഹത്വവും പവിത്രതയും ഏതെങ്കിലും ഒരു മനുഷ്യൻ അവിടെ നിന്ന് പാലിച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾ തന്റെ ജീവിതത്തിൽ ആ മാസത്തെ ആദരിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ഖിൽഹു അല്ലാഹു ജന്നാത്തിൻ നഈം. അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗ്ഗത്തിലെ ജന്നാത്തുൻ നഈം എന്ന് പറയുന്ന സ്വർഗ്ഗത്തിലേക്ക് അവനെ പ്രവേശിപ്പിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അല്ലാഹുവിന്റെ മാസം നമ്മളിൽ നിന്ന് വിട പറഞ്ഞു. ഇപ്പൊ നമ്മൾ ഉള്ളതോ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഫമൻ അല്ലമ ശഹ്റു ശഅബാൻ ഫഖദ് അല്ലമ അംരി വമൻ അല്ലമ അംരി കാനത് ലഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു ഈ ശഅബാൻ എന്ന് പറയുന്ന മാസം എന്റെ മാസം. അങ്ങനെ തന്നെയാ പരിചയപ്പെടുത്തുന്നത്. ശഅബാനു ശഹരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാസമാണ് ശഅബാൻ മാസം. ഈ ശഅബാൻ മാസത്തെ ആരെങ്കിലും ആദരിക്കുകയും ബഹുമാനിക്കുകയും ഈ മാസത്തിന് നൽകേണ്ട ശ്രേഷ്ഠതയും മഹത്വവും പവിത്രതയും ആരെങ്കിലും നൽകിയാൽ ആ മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലമെന്താ? അല്ലാഹുവിന്റെ മാസത്തെ ആദരിക്കുന്നവന് ജന്നാത്തുൻ നഈം എന്ന് പറയുന്ന സ്വർഗ്ഗം. എന്റെ മാസത്തെ ആരെങ്കിലും ആദരിച്ചാൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു നാളെ ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്ന ദിവസം ഞാൻ അവനെ കാത്തു നിൽക്കും. എന്റെ മാസത്തെ ആദരിച്ചവൻ, എന്റെ മാസത്തെ ബഹുമാനിച്ചവൻ, ആ മാസത്തിന്റെ ശ്രേഷ്ഠത മനസ്സിലാക്കിയ മനുഷ്യൻ നാളെ പരലോകത്ത് ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ നാളെ ഇവന് പരലോകത്തേക്ക് കടന്നു വരുമ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു ഫഖദ് അല്ലമ അംരി വമൻ അല്ലമ അംരി കാനത് ലഹു ഫർതൻ വദുഖറൻ യൗമൽ ഖിയാമ. അവനെ നാളെ പരലോകത്ത് പേടിക്കേണ്ട നാളെ അല്ലാഹുവിന്റെ കോടതിയിലേക്ക് കടന്നു വരുന്ന ദിവസം അവന് പേടിക്കണ്ട, അവന് പ്രയാസപ്പെടണ്ട, അവന് ടെൻഷൻ അടിക്കണ്ട. അവിടെ കടന്നുകൊണ്ട് എല്ലാവരും നിലവിളിക്കുന്ന ദിവസം നഫ്സി 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 നഫ്സിയാ പറഞ്ഞുകൊണ്ട് എല്ലാവരും അവിടെ കിടന്ന് നിലവിളിക്കുകയാണ്. എല്ലാവരും അവിടെ കിടന്ന് പരക്കം പായുകയാണ്. യാ വൈലതാ യാ ഖസ്റതാ എന്റെ നാശമേ എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങൾ നിലവിളിച്ചുകൊണ്ട് നടക്കുന്ന പരലോകമുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, പരലോകത്തെ കുറിച്ച് നമ്മൾ നല്ലതുപോലെ പഠിക്കണം സഹോദരാ. ഇന്നത്തെ സൂര്യന്റെ ചൂട് വൈകുന്നേരം 8 മണി കഴിഞ്ഞു. ഈ സമയത്ത് 12 മണിക്ക് ഉദിച്ചിരുന്ന സൂര്യന്റെ ചൂട് നമുക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ശരീരമൊക്കെ വിയർത്തിങ്ങനെ ഒഴുകുകയാണ്. വല്ലാതെ പ്രയാസപ്പെടുന്നു. ഒരു കാറ്റ് പോലും അടിക്കുന്നില്ലല്ലോ. മണ്ണിൽ നിന്ന് പോലും ഇങ്ങനെ വല്ലാത്ത ഒരു ചൂടിങ്ങനെ അടിക്കുകയാണ്. ശരീരത്തിലൂടെ വിയർപ്പ് തുള്ളികൾ ഇങ്ങനെ ഒഴുകുകയാണ്. എല്ലാവരും പ്രയാസത്തിലാണ്. ഒന്ന് ഫാനിച്ചിരുന്നെങ്കിലോ കാറ്റടിച്ചിരുന്നെങ്കിലോ കിട്ടുമായിരുന്നല്ലോ. എഴുതിയിട്ട് വളരെ പ്രയാസത്തിൽ ഈ മജ്‌ലിസിലിരിക്കുന്നവരോട് ഒന്നുമല്ല സഹോദരാ, ഇതൊന്നുമല്ല സഹോദരാ.
അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, പടച്ച റബ്ബിന്റെ പരലോകത്ത് ഒരു ചാണ് മുകളിലാണ് സൂര്യൻ നിൽക്കുന്നത്. ഒരു ചാണ് മുകളിലാണ് സൂര്യൻ നിൽക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ശരീരത്തിൽ ഒരു നൂൽബന്ധം പോലുമില്ല, ഒരാളും വസ്ത്രം ധരിച്ചിട്ടില്ല. എല്ലാവരും നഗ്നരായിട്ട് ചെരുപ്പിടാതെ ഈ ഭൂമിയുടെ മുകളിലല്ല, ചെമ്പിന്റെ തറയിലാണ് എല്ലാവരും നിൽക്കുന്നത്. ആ ഭയാനകമായ ദിവസത്തിലെ നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തെ ജനങ്ങൾ മുഴുവനും കടന്ന് നിലവിളിക്കുമ്പോ പ്രിയപ്പെട്ട പെങ്ങളെ, വീട്ടില് ചോറ് വെക്കുന്ന സമയത്ത് ആ ചോറിങ്ങനെ പാത്രത്തിനകത്ത് കിടന്ന് തിളച്ചു മറിയുന്നത് നീ കാണുന്നതാ. നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് ആ ചോറിന് പകരം നിന്റെ തലയോട്ടിക്കകത്ത് കിടക്കുന്ന തലച്ചോറുണ്ടല്ലോ, സഹിക്കാൻ കഴിയാതെ ആ തലച്ചോറ് തിളച്ചിട്ട് മുഖത്തുകൂടെ ഒലിച്ചിറങ്ങി വരുന്ന ഒരു ദിവസമുണ്ട്. ചൂടുള്ള നാളുണ്ട്, യാമന്നാളാ. ചുരുക്കി പറഞ്ഞാൽ വൻദോഷ വണ്ടിയോ മായി വരുന്നേ കാളാ, ക്ഷീണത്തിനാലൊലിക്കുന്നതാണേ ഇള. സുഹൃത്തുക്കളെ തിളയ്ക്കുന്നതാണേ മൂള. അമലൊന്നുമില്ല ദങ്ങു ചെന്നാൽ കൊള. മഹാനായ തഴവ ഉസ്താദ് പറയുന്നുണ്ട്, ഈ പഴയ ആൾക്കാർക്കറിയാം, മണ്ണിൽ നിന്നൊരു കട്ട ഇങ്ങനെ ഉണ്ടാക്കും. ആ കട്ട കൊണ്ടുവന്ന് കുറച്ചു ദിവസം വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് അതിങ്ങനെ ഉണങ്ങിക്കഴിയുമ്പോൾ ചൂള പോലെ ഇങ്ങനെ അടുക്കി വെച്ചിട്ട് പച്ച വിറകിട്ട് കത്തിച്ചിട്ട് അതിൻ്റെ കളറ് മാറ്റും. ഒന്നുമല്ല എന്നാ പറയണേ. എടോ, പണ്ട് കാള വണ്ടി കണ്ടിട്ടുണ്ട്, ചുമട് വലിച്ചു കൊണ്ടുവരുന്ന കാള. ഇവിടെ എന്തോ ആ വണ്ടിക്ക് എന്ത് പറയപ്പാ? മനസ്സിലായില്ല, അത് മതി, ഞാൻ പറഞ്ഞിട്ട് ഇനി തെറ്റണ്ട. ആ വണ്ടി ഇങ്ങനെ ചുമട് മാർക്കറ്റിൽ നിന്ന് വലിച്ചു കൊണ്ടുവരുമ്പോൾ അതിൻ്റെ വായി കൂടെ ഇങ്ങനെ പതയും നൊര ഇങ്ങനെ പോവും. ഇതുപോലെ നാളെ പരലോകത്ത് വരിക. നമ്മൾ ഈ തലയോട്ടിക്കകത്ത് കിടക്കുന്ന തലച്ചോറ് തിളച്ചിട്ട് ഇങ്ങനെ ഉരുകണ ഒരു ദിവസമുണ്ട്. ഇതൊന്നും കഥയല്ലട്ടാ, ഇത് ഖുർആൻ പറഞ്ഞതാ, ഹദീസ് പറഞ്ഞതാ. ഇങ്ങനെ ഒരു ദിവസം നമുക്ക് വരാനുണ്ട്. ആ ദിവസത്തിൽ എല്ലാവരും ഭയന്ന് വിറച്ചുകൊണ്ട് അവനവൻ്റെ കാര്യം ഓർത്തിട്ട് പൊട്ടിക്കരയണ ദിവസം. നിങ്ങൾ ആലോചിക്ക്, ആദം നബി അന്ന് കരയുന്ന. പ്രപഞ്ചത്തിൽ ആദ്യമായിട്ട് ആദി പിതാവായ ആദം നബി അലൈഹിസ്സലാം, ആദം നബിയുടെ മുന്നിൽ എല്ലാവരും കൂടെ ചെന്നിട്ട് പറയും, നിങ്ങൾ അള്ളാഹുവാ സൃഷ്ടിച്ചത്, നിങ്ങൾക്ക് അള്ളാഹുവാണ് റൂഹൂതിയത്, നിങ്ങളാണ് ആദ്യത്തെ മനുഷ്യൻ. ഉപ്പാപ്പ ഞങ്ങളെ ഒന്ന് രക്ഷപ്പെടുത്തുവോ? ആദം നബി പറയത്ര, മക്കളെ നിങ്ങളിത് അപ്പുറത്ത് പോതുവോ? നൂഹ് നബി ഇരിക്കുന്ന അങ്ങോട്ട് പോയി. എൻ്റെ കാര്യം ഇന്ന് വലിയ കഷ്ടമാണ്. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല ആദം നബിയെ സ്വർഗത്തിലേക്ക് കടത്തിവിട്ടപ്പോൾ ആദം നബിയോട് അള്ളാഹു പറഞ്ഞു, ആ കാണുന്ന മരത്തിലെ പഴം മാത്രം തിന്നേക്കരുത്. ചരിത്രം അറിയുമല്ലോ. നൂഹ് നബി 950 വർഷക്കാലം ദഅവത്ത് നടത്തിയ നൂഹ് നബിയുടെ മുന്നിൽ പോയിട്ട് പറയും, ശൈഖുൽ അംബിയാ, നിങ്ങൾ ഏറ്റവും കൂടുതൽ കാലം ജീവിച്ച പ്രവാചകൻ നിങ്ങളാണ്. 950 വർഷക്കാലം ജീവിച്ച പ്രവാചകൻ, ദഅവത്ത് നടത്തിയ പ്രവാചകൻ, ഞങ്ങളെ ഒന്ന് സഹായിക്കുമോ? അപ്പോഴും പറയും, എൻ്റെ അടുത്ത നബിയെ കാണിക്കും. മുസാ നബിയെ, ഇബ്രാഹിം നബിയെ, ദാവൂദ് നബിയെ, യാക്കൂബ് നബിയെ, യൂനുസ് നബിയെ, യൂസുഫ് നബിയെ, ഓരോ പ്രവാചകന്മാരെ ഇങ്ങനെ തട്ടും. എല്ലാ പ്രവാചകന്മാരും തട്ടിത്തട്ടി അവസാനം ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ വരുമ്പോൾ ആ നബി പിന്നെ തട്ടാറില്ല. ആ പ്രവാചകൻ നമ്മളെ തട്ടിക്കളയാറില്ല. ആ പ്രവാചകനാണ് നമ്മളെ കയ്യിൽ പിടിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എൻ്റെ മാസത്തെ ആദരിച്ചാൽ മതി, എൻ്റെ മാസത്തെ നീ ബഹുമാനിക്ക്, എൻ്റെ മാസത്തെ നീ സ്നേഹിക്ക്, നന്മകൾ അധികമായിട്ട് ചെയ്യ്. നാളെ പരലോകത്ത് വരുമ്പോൾ നിന്നെ ഞാൻ കാത്തു നിൽക്കും. നീ പേടിക്കണ്ട, നീ പ്രയാസപ്പെടണ്ട, നീ ബുദ്ധിമുട്ടണ്ട.
നിന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പം അങ്ങനെയുള്ള ഒരു മാസത്തിലാണ് ഞാനും നിങ്ങളും ഉള്ളത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ആർക്കെങ്കിലും ആ ചിന്തയുണ്ടോ? ഹദീസിൽ തന്നെ കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എൻ്റെ മാസം ജനങ്ങളും മറക്കുന്ന മാസമാണ്. റജബിൽ ഉസ്താദ് ദുആ ചെയ്തു, അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാൻ. അപ്പം നിസ്കാരം കഴിഞ്ഞിട്ട് എന്തുവാടാ ഒരു പുതിയ ദുആ കേൾക്കുന്ന, ഇന്ന് വരെ ഇല്ലാത്ത ദുആ? പള്ളിയിലെ ഖത്തീബ് ദുആ ചെയ്തപ്പോൾ കൂട്ടുകാരൊക്കെ ചോദിക്കുക, ഇതെന്തപ്പോൾ 5 വക്കത്തിന് ഇതെന്താ പ്രത്യേകിച്ച്? അളിയ അറിഞ്ഞില്ല, റമളാൻ വരാൻ പോകുന്നു. ഓ പടച്ചോനെ, ഇപ്പോഴല്ലേ പോയേ, ഇതാ വരാൻ തുടങ്ങിയോ, തീർന്നു. കുറച്ച് ദിവസം ഇങ്ങനെ അത് കേട്ടപ്പോൾ പിന്നെ പരിചയമായി. റജബ് കഴിഞ്ഞു, ഷഅബാൻ, ഇനിയിപ്പോൾ 21 ഷഅബാൻ അവസാനം ആകുമ്പോൾ നമ്മൾ പറയും, ഇത്ര പെട്ടെന്ന് റമളാൻ ഇങ്ങ് വന്നോ? ഇതാ നമ്മുടെ ചിന്ത. ഈ മാസത്തെ ജനങ്ങൾ മറക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് പെട്ടെന്ന് തീർന്നു പോകും സഹോദര. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ഇത് സാധാരണ ഒരു മാസമല്ല, എൻ്റെ മാസമെന്ന് നബി തങ്ങൾ പഠിപ്പിച്ച മാസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രം എടുത്ത് വായിച്ചു നോക്കിയാൽ ആ പ്രവാചകനുമായിട്ട് വല്ലാത്ത ഒരു ബന്ധമുള്ള മാസമാണ് ശഅബാൻ മാസം. ഈ മാസത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് പറയണം. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബിയ്യ് യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ എന്ന ആയത്തിറങ്ങിയത് ഈ പരിശുദ്ധമായ ശഅബാൻ മാസത്തിലാണ്. ഈ വിശുദ്ധമായ ശഅബാൻ മാസത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തുനബിയുടെ പേരിൽ സ്വലാത്ത് പറയണം. ആ പ്രവാചകനെ ബഹുമാനിക്കണം. ആ പ്രവാചകനെ മാത്രം ബഹുമാനിച്ചാൽ പോരാ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മാത്രം ബഹുമാനിച്ചാൽ പോരാ, ആ പ്രവാചകന്റെ ആലിനെയും ബഹുമാനിക്കണമെന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബ പരമ്പര പ്രവാചകൻ, അതാണ് അഹ്ലു ബൈത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബക്കാരെ നമ്മൾ ആദരിക്കണം, ബഹുമാനിക്കണം. ചിലർക്ക് പുച്ഛമാ തങ്ങളാ. ഇപ്പം കേരളത്തിലൊക്കെ പാണക്കാട് തങ്ങൾ, രാഷ്ട്രീയക്കാർ വെച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യുന്നവർ, തങ്ങന്മാരെ കുറ്റം പറയുന്നവരുണ്ട്, തങ്ങന്മാരെ നിസ്സാരമായി കാണുന്നവരുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അത് കളിക്കാനുള്ളതല്ല. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഇപ്പോൾ ചോദിക്കാറുണ്ടല്ലോ, ഈ തങ്ങന്മാർക്കൊക്കെ എന്താ ഇപ്പോൾ ഇത്ര വില? പിന്നെ എങ്ങനെ നമ്മുടെ സമസ്തയുടെ പണ്ഡിതന്മാർ എത്ര വലിയ പണ്ഡിതനാണെങ്കിലും ഒരു തങ്ങളുകുട്ടി അതിന് കണ്ടാൽ എഴുന്നേക്കും. അതാ ഒരു തങ്ങളുകുട്ടിയുടെ മഹത്വം അറിയണം, അതിന് വലിയ ആലിമാകണമെന്നില്ല. അതുകൊണ്ട് തന്നെയാണ് തങ്ങളുകുട്ടിയാണെന്ന് പറഞ്ഞാൽ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും കൈ പിടിക്കണം. എന്തുകൊണ്ടാണ്? അവരെ ആദരിക്കണം, അവരെ ബഹുമാനിക്കണം. അവർക്ക് അള്ളാഹു കൊടുത്തിരിക്കുന്ന ഒരു സ്ഥാനം, ഒരു പദവിയത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ 1400 വർഷങ്ങൾക്ക് മുമ്പ്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കൊരു ചരിത്രം കാണാം. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടുന്ന് സ്വഹാബി വനിതകൾ ഹിജറയ്ക്ക് പോകുന്ന ഒരു പെണ്ണിനെ കണ്ടു. ഹിജറയ്ക്ക് പോകുന്ന ഒരു പെണ്ണിനെ കണ്ടപ്പോൾ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടുന്ന് കളിയാക്കുകയുണ്ടായി. ചരിത്രത്തിൽ കാണാം, അബൂലഹബിൻ്റെ മകളാണ് ദുർഗ റളിയല്ലാഹു തആല അൻഹ. അബൂലഹബിൻ്റെ മകളാണ്. അബൂലഹബിൻ്റെ മകള് ഹിജറ പോയപ്പോൾ ചില പെണ്ണുങ്ങൾ പറഞ്ഞു, നീ ഹിജറയ്ക്ക് പോയിട്ട് കാര്യമൊന്നുമില്ല, നീ ഹിജറയ്ക്ക് പോയിട്ട് കാര്യമൊന്നുമില്ല. കാരണം നിന്റെ വാപ്പായും നിന്റെ ഉമ്മായും മുത്തുനബിയെ ഉപദ്രവിച്ചവരാ. അബൂലഹബ് ആരാണെന്ന് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. തബ്ബത്ത് യദാ അബീ ലഹബിൻ വ തബ്ബ്, ഖുർആൻ പറയുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അബൂലഹബിൻ്റെ മകളായ ദുർറ റളിയല്ലാഹു തആല അൻഹ അവരെ മഹദിയെ കളിയാക്കുകയാ. നിന്റെ വാപ്പ ആരാ മുത്തുനബിയെ ഉപദ്രവിച്ചത്? നിന്റെ ഉമ്മ ആരാ? അള്ളാഹു അവിടുന്ന് ചരിത്രം പറയുക, വിറകും വേസ്റ്റും വാരിയിട്ട ആളാ നിന്റെ ഉമ്മ, നീ ഹിജറ പോയിട്ട് കാര്യമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് അബൂലഹബിൻ്റെ മകള് വന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, മുത്തുനബിയെ, എല്ലാവരും എന്നെ കളിയാക്കുന്ന നബിയെ, എല്ലാവരും എന്നോട് കുറേ പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു പരിഹസിക്കുന്ന നബിയെ, എനിക്ക് വല്ലാത്ത പ്രയാസമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മിമ്പറിൻ്റെ മുകളിൽ കയറി. അള്ളാൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മിമ്പറിൻ്റെ മുകളിൽ കയറി. എന്നിട്ട് സഹാബത്തിനോട് ചോദിക്കുക, നിങ്ങളൊക്കെ കളിക്കുക? നിങ്ങളൊക്കെ എൻ്റെ കുടുംബത്തെ വെച്ചിട്ട് കളിക്കുകയാണോ? നിങ്ങൾ എന്താ വിചാരിച്ചിരിക്കുന്നത്?
എൻ്റെ കുടുംബത്തെ വെച്ചിട്ട്, എൻ്റെ ആലിനെ വെച്ചിട്ട് നിങ്ങൾ കളിക്കുകയാണോ? നിങ്ങൾ കളിക്കല്ലേ, നിങ്ങൾ അവരെ മോശക്കാരാക്കല്ലേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു, നിങ്ങൾ കളിക്കരുത്. അവസാനം തൻ്റെ സ്വഹാബത്തിനോട് വലിയ ഒരു വല്ലാത്ത താക്കീത്, ഒരു ഓർമ്മപ്പെടുത്തൽ. സാധാരണ കുടുംബക്കാരെ പറയുന്നത് പോലെ എൻ്റെ കുടുംബക്കാരെ നിങ്ങൾ പറയരുത്, എൻ്റെ അഹ്ലു ബൈത്തിനെ നിങ്ങൾ പറയരുത്, എൻ്റെ ആലിനെ കുറിച്ച് നിങ്ങൾ പറയരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ മഹദിയായ ദുർഗ ബീവി റളിയല്ലാഹു തആല അൻഹയെ കണ്ടപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിന്നെ ആര് ആദരിക്കുന്നവരുണ്ടോ അവരെന്നെ ആദരിച്ചവരാ. നിന്നെ ആരാധരിക്കുന്നവരുണ്ടോ അവരെന്നെ ആദരിച്ചവരാ. എന്നെ ആരാധരിക്കുന്നുണ്ടോ അവർ അള്ളാഹുവിനെ ആദരിച്ചവരാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി. എന്നിട്ട് മുത്തുനബി പറഞ്ഞു, നിന്നെ ആര് വേദനിപ്പിക്കുന്നുണ്ടോ അവരെന്നെ വേദനിപ്പിച്ചവരാ. എന്നെ വേദനിപ്പിച്ചവർ അള്ളാഹുവിനെ വേദനിപ്പിച്ചവരാ. അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, നിങ്ങൾ പഠിക്കണം അഹ്ലു ബൈത്ത് ആരാ, ഔലിയാക്കൻ തങ്ങന്മാരാരാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവരുടെ പരമ്പരകൾ നമുക്ക് ഈ ഇരിക്കണം. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിൻ്റെ വാപ്പാടെ പേരെന്താന്ന് വെച്ചാൽ, എൻ്റെ വാപ്പാടെ പേര് ഷാവുൽ ഹമീദ്. എൻ്റെ വാപ്പാടെ പേര്, എൻ്റെ വാപ്പാടെ പേരെന്താ വെച്ചാൽ എനിക്കറിയാം. അത് കഴിഞ്ഞ് അടുത്ത വാപ്പാടെ പേര് വെച്ച് ആകാശത്ത് നോക്കിയിരിക്കാനേ എനിക്കറിയും. ഈ ഇരിക്കണ ഓരോ മനുഷ്യനോടും, എടാ നിൻ്റെ പേരെന്താ, നിൻ്റെ ഉപ്പാൻ്റെ പേരെന്താ, നിൻ്റെ ഉപ്പുപ്പാൻ്റെ പേരെന്താ, പിന്നെ അടുത്ത ചോദിച്ചാൽ നമുക്കറിയില്ല. നമുക്കൊരു പരമ്പര പോലും പറയാൻ അറിയാത്തവരാ നമ്മൾ. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ അഹ്ലു ബൈത്തിൻ്റെ പരമ്പരകൾ എടുത്തു നോക്കിയാൽ മുകളിലേക്ക് ഇങ്ങനെ കാണാം ഒരു വൃക്ഷം പോലെ. അവസാനം ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ പ്രിയപ്പെട്ട കൊച്ചുമക്കൾ ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമ, അവരിൽ വരെ എത്തുന്ന പരമ്പരകൾ, അവസാനം മുത്തുനബിയിലേക്ക് എത്തിച്ചേരുന്ന പരമ്പരകൾ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്നവരോട് ഞാൻ പറയുന്നു, നിങ്ങൾ അഹ്ലു ബൈത്തിനെ ആദരിക്കണം. നിങ്ങൾ ആദരിക്കാത്തവരാണെന്നല്ല ഞാൻ പറയുന്നത്. പ്രത്യേകിച്ച് പാണക്കാട് കുടുംബം, എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ കുടുംബത്തെ നമ്മൾ വല്ലാതെ ആദരിക്കുന്നവരാ. കേരളത്തിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ വല്ലാതെ ആദരിക്കുന്നവരാ. നമ്മുടെ നാടുകളിലേക്ക് വരുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിയിരിക്കുന്ന വലിയൊരു നിഅമത്തുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇപ്പോൾ മരണപ്പെട്ടു പോയ തങ്ങൾ അവസാനം രോഗിയായി കിടക്കുമ്പോഴും വളരെ പ്രയാസത്തിൽ കിടക്കുമ്പോഴും ചൊവ്വാഴ്ച എന്ന് പറയുന്ന ഒരു ദിവസമുണ്ടെങ്കിൽ പാണക്കാട് കുടുംബത്തിലെ സർവ്വ തങ്ങന്മാരും അവിടെ കാണും. എന്തിനു വേണ്ടിയാ? ഒരിടത്തും പോകാറില്ല. ചൊവ്വാഴ്ച ദിവസം ഒരു പരിപാടിക്കും പോകാറില്ല. അന്നത്തെ ദിവസം തൻ്റെ വീടിൻ്റെ വാതിൽ തുറന്നിട്ടുകൊണ്ട് ജനങ്ങളുടെ പരാതി കേൾക്കാൻ, ജനങ്ങളുടെ പ്രയാസങ്ങൾക്കൊരു പരിഹാരം പറഞ്ഞു കൊടുക്കാൻ എല്ലാവരും പാണക്കാട് കുടുംബത്തിൽ കാണും. എൻ്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ തങ്ങളുപ്പ അവിടെ നിന്ന് വളരെ പ്രയാസത്തിൽ കിടക്കുമ്പോഴും വീടിൻ്റെ ജനൽ തുറന്നിട്ടിട്ട് തൻ്റെ വീട്ടിലേക്ക് വരുന്ന പാപങ്ങൾക്ക് ഒരു ദുആ ചെയ്യാൻ, അവരുടെ പ്രയാസങ്ങൾക്കൊരു പരിഹാരം പറഞ്ഞു കൊടുക്കാൻ അവിടെ നിന്ന് വാതിൽ തുറന്നിട്ടിരുന്നു എന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ വായിച്ചവരാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവർക്ക് ആരോടും വൈരാഗ്യമില്ല. അതാ മനസ്സിലാക്കണ്ടേ. ആരോടും, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരാളോടും അവർക്ക് വൈരാഗ്യമില്ല, ഒരാളോടും അവർക്ക് ദേഷ്യമില്ല. ഒരു ചിരിക്കുന്ന മുഖം, എല്ലാവരോടും ചിരിക്കുന്ന മുഖത്തോടെ തങ്ങൾ സംസാരിക്കുക. ഞങ്ങളൊക്കെ വയലിൻ്റെ സദസ്സിൽ പോകുമ്പോൾ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ വായിരിക്കുമോനെ ഉസ്താദേ ഇരിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനത്തോടെ, അതാ എൻ്റെ പ്രിയപ്പെട്ടവരല്ലാതെ നെഞ്ചും വിരിച്ച് നടക്കുന്നവരൊന്നും ആയിരുന്നില്ലവർ. അവർക്കറിയാം അവരൊക്കെ അഹ്ലു ബൈത്താണ്. വളരെ താഴ്മയായിരുന്നു, വളരെ വിനയമായിരുന്നു. അവരാരും പറയുന്നില്ല ഞങ്ങൾ ആദരിക്കണം, ഞങ്ങളെ ബഹുമാനിക്കണം. അവർ പറയണില്ലല്ലോ. നിങ്ങളാരെങ്കിലൊക്കെ ആ തങ്ങന്മാരെ കാണുമ്പോൾ എന്ത്, അത് അള്ളാഹു അവർക്ക് കൊടുത്തിരിക്കുന്ന ഒരു അംഗീകാരം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് നാം അവരെ മനസ്സിലാക്കണം, അവരെ പഠിക്കണം. അതുകൊണ്ട് ആ തങ്ങന്മാർ അൽഹംദുലില്ലാ, അവർ പറയുന്നതിനപ്പുറത്തേക്ക് വേറൊന്നുമില്ലല്ലോ. ഒരഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു തീരുമാനം പറഞ്ഞു കഴിഞ്ഞാൽ അതിനപ്പുറത്തേക്ക് വെട്ടാൻ ആരും നിൽക്കില്ല. കാരണം അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബമാണവർ. അവർ നാം ആദരിക്കണം, ബഹുമാനിക്കണം. അങ്ങനെയുള്ള ഒരു തങ്ങളാണ് ഈ അടുത്ത് നമ്മളെ വിട്ട് പിരിഞ്ഞു പോയത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ ഖബറിടം അള്ളാഹു സ്വർഗ്ഗമാക്കി കൊടുക്കുമാറാകട്ടെ. അവിടുത്തെ മണ്ണറ അള്ളാഹു മണിയറയാക്കി കൊടുക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അവിടുത്തെ ദറജ അള്ളാഹു ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അവരാരെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. മരണപ്പെട്ടു, പിറ്റേ ദിവസം രാവിലെ 9 മണിക്ക് മയ്യത്തടക്കുമെന്ന് പറഞ്ഞവർ എന്തുകൊണ്ട് പാതിരാത്രിയിൽ ഖബറടക്കി? അവിടെയാ ചിന്തിക്കേണ്ടേ. നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ട് പാതിരാത്രിയിൽ ഖബറടക്കി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാരണം അവർക്ക് നിയന്ത്രിക്കാം. എന്തിനാപ്പാ? നമ്മുടെ മഹാനായ ശൈഖുന ജബ്ബാർ ഉസ്താദ് അള്ളാഹു അവിടുത്തെ ഖബറിടം സ്വർഗ്ഗമാക്കി കൊടുക്കുമാറാകട്ടെ.
ഇപ്പോൾ തന്നെ കിലോമീറ്ററുകളോളം ആൾ ക്യൂ ആയിരുന്നു. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, മലപ്പുറം എന്ന് പറയുന്ന ഒരു ജില്ല ഇത്രയും ജനം കണ്ട ഒരു നാളില്ലായിരുന്നു. മഹാനായ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ, ഇവിടെ സമസ്തയുടെ പ്രസിഡന്റ് പോലും പറഞ്ഞത് ഞാൻ പള്ളിപ്പറമ്പിലാണ് ഖബറിൻ്റെ അടുക്കലാണ് നിസ്കരിച്ചതെന്നാണ്. ആലോചിക്കുക. അപ്പോൾ ഒരാൾക്ക് പോലും അടുത്തേക്ക് പോകാൻ കഴിയുന്നില്ല. കാരണം മയ്യത്തെടുക്കാൻ പോലും ആ രാത്രിയിൽ വളരെ പ്രയാസപ്പെട്ടുകൊണ്ട കാരണം ഒന്ന് അവസാനമായിട്ടൊന്ന് കാണാൻ മൊബൈലിലൂടെ കണ്ടപ്പോൾ കണ്ടില്ലേ മനുഷ്യ, എന്തൊരു വെളിച്ചമെന്നറിയോ. സത്യം പറഞ്ഞാൽ മരിച്ചെന്ന് തോന്നുന്നില്ല അവരൊക്കെ. തങ്ങളുപ്പാക്ക കടക്കുമ്പോൾ അവരുടെ ആ മുഖത്ത് ഒരു പ്രകാശം, ഒരു എന്തോ ഒരു ജീവിച്ചിരുന്നതിനേക്കാളും ഗ്ലാമർ. മഹാനായ നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായി വീടിനകത്ത് ഇങ്ങനെ കടത്തിയിരിക്കുക. എല്ലാവരും വല്ലാത്ത കരച്ചൽ, വല്ലാത്ത നിലവിളി. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഊരിപ്പിടിച്ച വാളുമായിട്ട് നടക്കുക. ആരാടാ പറയണേ നബി മരിച്ചെന്ന്, കൊന്നുകളയും. തൻ്റെ ബോധം നഷ്ടപ്പെട്ട രീതിയിൽ ഉമർ തങ്ങൾ ഇങ്ങനെ നടക്കുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കടന്നു വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖത്തിട്ടിരുന്ന തുണി ഇങ്ങനെ ഉയർത്തിയിട്ട് പടച്ചോനെ ആ നെറ്റിത്തടത്തിൽ ഒരു ഉമ്മ കൊടുത്തിട്ട് അബൂബക്കർ തങ്ങൾ ചോദിച്ചു അത്ര, ഇത് എന്താ നബിയെ ചിരി? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ചോദിച്ച്, ആ കിടക്കുന്ന മുത്തി നബിയോട് ചോദിച്ച്, ഇതെന്ത് കിടപ്പാ നബി? നിങ്ങൾ ജീവിച്ചിരുന്നപ്പോഴും നിങ്ങൾ വഫാത്തായപ്പോഴും ഇതെന്താ മണം, എന്താ പ്രകാശം, എന്തൊരു പുഞ്ചിരിയാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ തങ്ങളോട് ആ ഒരു ഫോട്ടോ കണ്ടപ്പോൾ മനസ്സിൽ വല്ലാത്തൊരു കുളിർമ. എന്താ സഹോദര, എന്തൊരു വെളിച്ചമാ, എന്തൊരു പ്രകാശമാ, എന്തൊരു ചൈതന്യമാ. ഇനി മയ്യത്ത് നമസ്കാരമില്ല, ഖബറടക്കണം. നിങ്ങളൊന്ന് വിട്. എന്താ പറയുക, നിങ്ങൾ ചിന്തിക്കേണ്ടത്, ഇന്ത്യയുടെ പ്രധാനമന്ത്രി മരിച്ചാൽ അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്ക് ഇത്രയും വലിയൊരു പവറുണ്ടോ? ഇങ്ങനെ ആരെയും കാണിക്കാനില്ല. മയ്യത്ത് ഖബറടക്കട്ടെ. എത്ര വട്ടവാടോ നിസ്കരിക്കണേ. നമ്മളൊക്കെ മയ്യത്ത് പള്ളിയിൽ കൊണ്ടുവച്ചിട്ട് ഇങ്ങനെ നോക്കും, എത്ര സപ്പുണ്ട്, ഇനി ആരെങ്കിലും ഉണ്ടോ, വാ നിസ്കരിക്കാം, വിളിച്ചേറ്റുക. ഒരാളുടെ മയ്യത്ത് കൊണ്ട് പള്ളിക്കകത്ത് വെച്ചിട്ട് ചോദിക്കും, ഇനി ആരെങ്കിലും വരാനുണ്ടോ? ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ വരട്ടെ. പള്ളിപ്പറമ്പിലേക്ക് അവസാനം കൊണ്ടുപോകുമ്പോൾ ചോദിക്കും, ഇനി ആർക്കെങ്കിലും കാണാനുണ്ടോ? കണ്ടോ? എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹു ആദരിച്ചവർ, അള്ളാഹു ഇഷ്ടപ്പെട്ടവർ മരിക്കുമ്പോൾ ഒന്ന് വിടടോ കൊണ്ട് ഖബറടക്കട്ടെ, ഒന്ന് നിസ്കാരം നിർത്തി എന്ന് പറയുന്ന അവസ്ഥയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഭൂമിയുടെ നാനാഭാഗത്ത് നിന്ന് ജനങ്ങൾ അവരിലേക്ക് എത്തിക്കുന്നുണ്ടെങ്കിൽ അതാണ് അള്ളാഹു അവർക്ക് കൊടുത്തിരിക്കുന്ന ഏറ്റവും വലിയ പദവി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മയ്യത്ത് നമസ്കാരത്തിൽ 100 പേര് പങ്കെടുക്കണം. അള്ളാഹു ഭാഗ്യതരുമാറാകട്ടെ. ഞാൻ എപ്പോഴും ദുആ ചെയ്യും, പടച്ചോനെ എൻ്റെ മയ്യത്ത് നമസ്കാരത്തിന് 100 പേര് വരണേന്ന്. 100 പേരെങ്കിലും മയ്യത്ത് നിസ്കാരത്തിൽ വേണം. കാരണം അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, 100 പേര് അള്ളാഹുവിൻ്റെ മുന്നിൽ അല്ലാഹുമ്മ ഗുഫിർ ലഹു അല്ലാഹുമ്മ ഇർഹംഹു 100 പേര് ദുആ ചെയ്താൽ ആ ദുആ തള്ളപ്പെടില്ല എന്ന് നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ ഇവരൊക്കെ മരണപ്പെട്ടപ്പോൾ 100 ആണോ? നിങ്ങൾ ചിന്തിക്ക്, ഒരാൾ മരണപ്പെട്ടാൽ എടോ ജീവിച്ചിരിക്കുന്ന കാലത്ത് എങ്ങനെ ജീവിക്കുന്നത് എന്നതിലല്ല, ജീവിച്ചിരിക്കുമ്പോൾ ഇപ്പോൾ ചങ്ങാതി അവാർഡൊക്കെ വാങ്ങി എല്ലാവരും ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു. അൽഹംദുലില്ലാ, അള്ളാഹു പിന്നെ അദ്ദേഹത്തിന് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തിന് മലയാളം അറിയാത്തതുകൊണ്ടൊന്നും മനസ്സിലാവണില്ല. എങ്കിലും ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് പഠിച്ചു വെച്ച് നോക്കുമ്പോൾ എനിക്കൊരു വലിയ കഥയാണ് പറയണം. ചിലപ്പോൾ ചിലർക്ക് വിദ്യാഭ്യാസം ഇല്ലാതിരിക്കലാണ് നല്ലത്. വിദ്യാഭ്യാസം ഇല്ലാതിരിക്കലാണ് ചിലർക്ക് നല്ലത്. വിദ്യാഭ്യാസം കൂടിക്കഴിയുമ്പോഴാണ് കുഴപ്പം. നമ്മുടെ കൂട്ടത്തിൽ തന്നെ കണ്ടില്ലേ, ചിലർക്ക് ബുദ്ധി കൂടിയപ്പോൾ തലതിരിഞ്ഞു പോയത്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഞാൻ ഇദ്ദേഹത്തിൻ്റെ കഥ ആരോ പറഞ്ഞപ്പോൾ, ഇദ്ദേഹം വഴിയോരത്ത് കച്ചവടം ചെയ്യുന്ന ഒരാൾ ആ കഥയൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത്, ഞങ്ങളുടെ നാട്ടിലൊരു കഥ പറയാറുണ്ട്. ഒരു മനുഷ്യൻ, അവിടെ വിഷയമൊന്നും ഇല്ലല്ലോ അപ്പം, ഒരു ക്രിസ്ത്യാനിയായ മനുഷ്യൻ പള്ളിയിലേക്ക് കപ്പിയാരാകാൻ പോയി. ഇവിടെ എന്ത് പറയണമെന്നറിയില്ല, ഈ മണിയടിക്കണ ആളല്ലേ ക്രിസ്ത്യാനികളുടെ പള്ളിയിൽ മണിയടിക്കാൻ. അപ്പോൾ ഈ കപ്പിയാരിങ്ങനെ ഈ മണിയടിക്കണ ജോലിക്ക് വേണ്ടി പോയപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു, ഒരാഴ്ച ഇവിടെ നിന്നിട്ട് ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ നിനക്ക് ജോലി തരാം. ഒരാഴ്ച ആ മനുഷ്യനെ സമയം കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനെ വിളിച്ചിട്ട് 3-4 കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അയാൾക്കൊന്നും അറിയണില്ല. അപ്പോൾ പറഞ്ഞു, നിനക്കിവിടെ ജോലിയില്ല, നീ പൊക്കോ. അപ്പോൾ ഇയാൾ പറഞ്ഞു, എനിക്ക് ഒരാഴ്ച കൂടെ താ.
കൈകാലൊക്കെ പിടിച്ചപ്പോൾ ഒരാഴ്ച കൂടെ ഇദ്ദേഹത്തിന് സമ്മതം കൊടുത്തു. ഒരാഴ്ച കഴിഞ്ഞിട്ടും കപ്പിയാരോട് ചോദിക്കുമ്പോൾ അയാൾക്കൊന്നും അറിയണില്ല. അപ്പം അയാളോട് പറഞ്ഞു, നിനക്കിവിടെ ജോലിയില്ല, നീ പൊക്കോളാൻ. ഈ മനുഷ്യനിങ്ങനെ ജോലി നഷ്ടപ്പെട്ട പ്രയാസത്തിൽ ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ ആ പള്ളിയുടെ മുന്നിൽ ഒരു ചെറിയൊരു തട്ടുകട കണ്ടു, ചെറിയൊരു കട കണ്ടു. അദ്ദേഹം പോയി ചോദിച്ചൊരു വീഡിയോ ഉണ്ടോ എന്ന് വലിക്കാൻ. പറഞ്ഞു, ഇവിടെ വീഡിയോ ഒന്നുമില്ല. ടെൻഷൻ വന്നപ്പോൾ, ജോലി നഷ്ടപ്പെട്ടതിൻ്റെ ടെൻഷനിൽ ഒരു വീടി ചോദിച്ചപ്പോൾ ആ കടയിൽ വീടിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ മനുഷ്യൻ ചോദിച്ചു, ഇവിടെങ്ങും വീടി കിട്ടൂല, ഇവിടെങ്ങും കിട്ടൂല, വളരെ പ്രയാസവാ, ടൗണിൽ നിന്നൊക്കെ വരണം വീടി. അദ്ദേഹം എന്ത് ചെയ്തു? എൻ്റെ പ്രിയപ്പെട്ടവരെ, ടൗണിൽ പോയിട്ട് കുറച്ച് വീടി ഉണ്ടാക്കണ ഇല വാങ്ങിച്ചു. നേരെ വന്നിട്ട് ആ കടയുടെ മുന്നിൽ ഒരു ചെറിയ ആൽമരമുണ്ട്. ആ ആൽമരത്തിൻ്റെ ചുവട്ടിലിരുന്നിട്ട് വീടി ഉണ്ടാക്കാൻ തുടങ്ങി. അദ്ദേഹം വീടി ഉണ്ടാക്കും, കടയിൽ കൊണ്ട് കൊടുക്കും, കാശ് വാങ്ങും. അങ്ങനെ അദ്ദേഹം അവിടെ ഇരുന്ന് വീടി കച്ചവടം നടത്തി വലിയ കാശുകാരനായി. അദ്ദേഹം വലിയ കാശുകാരനായപ്പോൾ ബാങ്കിൽ നിന്നൊക്കെ ആൾക്കാർ വരാൻ തുടങ്ങി. നിങ്ങൾക്ക് ലോണ് വേണോ? എത്ര ലക്ഷം വേണമെങ്കിലും ഞങ്ങൾ തരാം, നിങ്ങൾ എടുക്ക്. അയാൾ പറഞ്ഞു, എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട. എത്രയൊക്കെ പൈസ കുറച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം സമ്മതിക്കണില്ല. അവസാനം ബാങ്കിൻ്റെ മാനേജർ തന്നെ വന്നു. ആ ബാങ്കിലെ ഏറ്റവും വലിയ ഉദ്യോഗസ്ഥൻ വന്നിട്ട് നിങ്ങളോട് ചോദിച്ചു, ഞങ്ങൾ ഇത്രയും ഒരാൾക്ക് ഓഫർ കൊടുത്തിട്ടില്ല, ഇത്രയും ഓഫർ തന്നിട്ടും നിങ്ങൾ എന്തുകൊണ്ടാണ് ഞങ്ങളുടെ ബാങ്കിൽ നിന്ന് പൈസ എടുക്കാത്തത്? ആ സമയത്ത് ആ മനുഷ്യൻ പറഞ്ഞു, നിങ്ങൾ പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവണില്ല. നിങ്ങൾ ഈ പറയുന്നത് എന്താണ്? നീ വന്ന ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞത് മുഴുവനും എന്താണെന്ന് എനിക്ക് മനസ്സിലാവണില്ല, എനിക്ക് വലിയ വിദ്യാഭ്യാസമില്ല. അപ്പോൾ അദ്ദേഹം പറയുക, നിങ്ങൾക്കെങ്ങാനും വിദ്യാഭ്യാസം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ എവിടെ എത്തിയേനെ? വിദ്യാഭ്യാസമില്ലാതെ തന്നെ നിങ്ങൾ ഇത്രയും വലിയ കച്ചവടക്കാരനായി. നിങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ എവിടെ എത്തിയേനെ? അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, എനിക്ക് വിദ്യാഭ്യാസം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ പള്ളിയിൽ ബെല്ലടിക്കുന്ന ആളായേനെന്ന്. അപ്പോൾ ഇല്ലാതിരുന്നതെന്ന്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, അറിവ് കൂടിക്കഴിയുമ്പോൾ ചിലർക്ക് വന്ന വഴിയങ്ങ് മറന്നുപോകും. ആ സാധു ഒന്നുമില്ലാതെ താഴേക്കടയിൽ നിന്ന് കടന്നു വന്നവൻ പല സ്റ്റേജുകളിലും വെച്ച് അദ്ദേഹത്തിൻ്റെ മക്കളുടെ കല്യാണത്തിനാണെന്ന് തോന്നുന്നു സ്വർണം ഞാനും കൊടുക്കുന്ന സദസ്സിൽ പങ്കെടുത്തിട്ടുണ്ട്. അത്രയും പാവപ്പെട്ടവൻ. അദ്ദേഹത്തിൻ്റെ പ്രയാസം അദ്ദേഹത്തിന് മനസ്സിലായി. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു മനസ്സ് തോന്നിയത്. നമുക്കോ ഏക്കർ കണക്കിന് ജാഗയുള്ളവനും കോടിക്കണക്കിന് പൈസ ഉള്ളവനും പള്ളിക്കും മദ്രസയ്ക്കും യതീംഖാനയ്ക്കും ചോദിച്ച് വീട്ടിൽ ചെന്നാൽ പറയും, ഇവിടെ ആരുമില്ല എന്ന്, അകത്തിരുന്നിട്ട്. അല്ലെങ്കിൽ പറയും, പഠിച്ചെന്താ ഇതേ ഉള്ളൂ, അൽഹംദുലില്ലാ വെച്ചോ. ഇതാ നമ്മുടെ അവസ്ഥ. അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരാൾ മരിക്കുമ്പോൾ ആ മനുഷ്യനെക്കുറിച്ച് 40 പേര് നല്ലത് പറഞ്ഞാൽ അവൻ രക്ഷപ്പെട്ടു. അള്ളാഹു ആ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. എത്ര പേര് മരിക്കണം? എത്ര പേര് പറയണം? നീ മരിച്ച് വെള്ളത്തുണിയിൽ പുതച്ച് കിടത്തുന്ന ദിവസം 40 പേര് നിന്നെക്കുറിച്ച് നല്ലത് പറഞ്ഞാൽ മതി, നീ രക്ഷപ്പെടും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. പറയോ? ആലോചിക്കേണ്ടത് അവിടെയാ. സ്റ്റേജിൽ കയറ്റിയിരുത്തിയിട്ട് മഹാന വലിയ ഇതൊക്കെ പറയും. ഓൻ എന്നെക്കുറിച്ച് എന്തൊക്കെയോ പറഞ്ഞു വിടിരുന്നുണ്ട്, ഞാൻ തന്നെ മനസ്സിലാവാത്ത നല്ല കാര്യം. മൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ പറയുന്നത് അള്ളാഹു ആയാലും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ പറ മനുഷ്യന്മാരെ, അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരാൾ മരിക്കുമ്പോൾ 40 പേര് നല്ലത് പറഞ്ഞാൽ അവന് സ്വർഗമുണ്ട്. മറ്റൊരു ഹദീസ് എന്തെന്നറിയോ? ഒരാൾ മരിക്കുമ്പോൾ 4 വീട്ടുകാർ, നിൻ്റെ വീടിൻ്റെ പരിസരത്ത് താമസിക്കുന്ന 4 വീട്ടുകാർ നിന്നെക്കുറിച്ച് നല്ലത് പറഞ്ഞാൽ നിനക്ക് സ്വർഗമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ആലോചിക്കേണ്ടത് അവിടെ. നാട്ടുകാർ 40 പേര് പറയണം. നാട്ടുകാർ 40 പേര്, നിൻ്റെ മയ്യത്ത് കാണുന്ന 40 പേര് നിന്നെക്കുറിച്ച് നല്ലത് പറഞ്ഞാൽ നീ രക്ഷപ്പെട്ടു. പക്ഷേ വീടിൻ്റെ പരിസരത്ത് താമസിക്കുന്ന 40 വീടുകളിൽ 4 വീട്ടുകാർ നീ നല്ലവനാണെന്ന് പറഞ്ഞാൽ, ഇരിക്കണ ഏതെങ്കിലും താത്ത മരിച്ചപ്പോൾ നല്ലതാണെന്ന് പറഞ്ഞാൽ അവൾക്ക് സ്വർഗമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നമ്മൾ മരിച്ചാൽ പറയുമോ? നമ്മൾ മരിച്ചാൽ നമ്മുടെ അയൽവാസി എന്ത് പറയും? അൽഹംദുലില്ലാ, പോയി കിട്ടിയല്ലോ പടച്ചവനെ. അത്രയ്ക്കും ഷർറാ നിന്നെക്കൊണ്ട്. നിൻ്റെ അയൽവാസിക്ക് നിന്നെക്കൊണ്ട് അത്രയും വലിയ ഉപദ്രവമാ. അൽഹംദുലില്ലാ, മരിച്ചല്ലോ, ഒരു ഷെറ് പോയി കിട്ടിയല്ലോ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, എൻ്റെ പ്രിയപ്പെട്ടവരെ, 100 പേരെങ്കിലും നമ്മുടെ മയ്യത്ത് നിസ്കരിക്കാൻ വേണം. അതിനുവേണ്ടി ദുആ ചെയ്യ്. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, ഇവരൊക്കെ മരണപ്പെട്ടപ്പോൾ 100 ആയിരുന്നില്ല,
100,000 അതാ മനസ്സിലാക്കേണ്ടത്. വന്നവരെല്ലാവരും എന്തിനടോ സഹോദര, ഈ തങ്ങന്മാർ മരിച്ചപ്പോൾ അമുസ്ലിമീങ്ങൾ വരെ, എത്രയോ അമുസ്ലിമീങ്ങൾ രാഷ്ട്രീയം മറന്നുകൊണ്ട്, എല്ലാ രാഷ്ട്രീയക്കാരും നല്ലതല്ലേ പറഞ്ഞുള്ളൂ, മോശമായതാരും പറഞ്ഞില്ലല്ലോ. ബാക്കിയുള്ളവരെ കുറിച്ച് എന്തു പറഞ്ഞാലും, തീവ്രവാദിയെന്നോ ഭീകരവാദിയെന്നോ എന്തു വിചാരിച്ചാലും, ആ തങ്ങ